ഹലോ എവരിവൺ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഐക്കയിൽ പോയായിരുന്നു കേട്ടോ. ഷോപ്പിങ്ങിനായിട്ടല്ല, ജസ്റ്റ് ഒരു വിസിറ്റിന് വേണ്ടിയിട്ട്. കാരണം എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഐക്യ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ നമുക്ക് ഐക്കയിലെ കാഴ്ചകൾ കാണാം കേട്ടോ. ഇതൊരു ലെന്തി വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് ഈ വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ആദ്യത്തെ പാർട്ടാണ് കേട്ടോ. സെക്കൻഡ് പാർട്ട് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടിടാം. ആക്ച്വലി ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് മെയിൻലി ഗോഡൗൺ പോലെയാണ്. അതായത് നമുക്ക് വേണ്ട ഐറ്റംസൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് മെയിൻലി. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റംസൊക്കെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ചൂസ് ചെയ്യുക. പിന്നെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ട് ആ ടാഗ് നോക്കി നമുക്ക് വേണ്ട ഐറ്റംസ് കണ്ടുപിടിക്കുക. അങ്ങനെയാണ് ഇവിടെ പൊതുവേ ഷോപ്പ് ചെയ്യുന്ന രീതി. 2-3 ഡെമോ ഗ്രൗണ്ട് ഫ്ലോറിലുണ്ട് കേട്ടോ. പക്ഷേ ഇതൊന്നും ഒന്നുമല്ല, ശരിക്കും കാണാതിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാം കേട്ടോ. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ കാണാൻ കഴിയുന്നത് എന്തെന്ന് വെച്ചാൽ ബെഡ്റൂമിൻ്റെ ഒരു മിനി മോഡൽ അല്ലെങ്കിൽ ഒരു ഡെമോ, ലിവിങ് റൂം, കിച്ചൺ, ബാത്റൂം, വാർഡ്രോബ്, അങ്ങനെ കുറേ നമ്മുടെ സ്പേസസ് ഉണ്ടല്ലോ. നമ്മുടെ വീട്ടിൽ കുറേ സ്പേസസ് ഉണ്ടല്ലേ, ബെഡ്റൂം, കിച്ചൺ, ലിവിങ് റൂം, അങ്ങനെയുള്ള സ്പേസസിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ ഒരു മിനി ഡെമോ അല്ലെങ്കിൽ മോഡലാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ കൂടുതലും കാണാൻ കഴിയുക. അപ്പോൾ ഇതൊരു സാമ്പിൾ കിച്ചൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഒരു കിച്ചണിൽ എന്തൊക്കെ ഐറ്റംസ് വേണം അതെല്ലാം ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഫ്രിഡ്ജ്, ചിമ്മിനി, സ്റ്റൗവ്, സിങ്ക്, ഫുഡ് കൗണ്ടർ, അതായത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു മിനി ടേബിളും ചെയേഴ്സും, പിന്നെ കിച്ചൺ യൂട്ടൻസിൽസ് വെക്കാനുള്ള ഐറ്റംസും ഒക്കെ. ഇതൊരു ബെഡ്റൂമിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ ഇപ്പോഴും ചെറിയ രീതിയിൽ അവർ ഐറ്റംസ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫുൾ കംപ്ലീറ്റ് അല്ല. ഈ കാണുന്നത് ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ. ഇവിടെ അവർ ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ, അതായത് ഷവർ ഏരിയ, WC ഏരിയ സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ വാഷ് ബേസിൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 2 നല്ല ഡിസൈനാണ് കേട്ടോ. വാഷ് ബേസിനും അതിനോട് ചേർന്നിട്ടുള്ള മിററും എല്ലാം കൊടുത്തിരിക്കുന്നത് നല്ല യുണീക്കായിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ ഇത് ഷവർ ഏരിയ ആണ് കേട്ടോ കാണുന്നത്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ലോണ്ട്രി ബാസ്ക്കറ്റും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ലാമ്പ് ഷെയ്ഡ് എനിക്ക് ഇഷ്ടമായിട്ടോ. ഒരു യുണീക്ക് വൺ, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഐറ്റം. ഈ കാണുന്നത് വേറെ ഒരു ലിവിങ് റൂമിൻ്റെ സാമ്പിൾ മോഡലാണ് കേട്ടോ. ഇതിൻ്റെ കളേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കോൺട്രാസ്റ്റിംഗ് കളേഴ്സാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ബീൻ ബാഗ് ആണെങ്കിലും, താഴെ യൂസ് ചെയ്തിരിക്കുന്ന മാറ്റ് ആണെങ്കിലും, സോഫ ആണെങ്കിലും, സോഫയിലെ പില്ലോസ് ആണെങ്കിലും, കേർട്ടൻസ് ആണെങ്കിലും, എല്ലാത്തിൻ്റെയും കളേഴ്സ് ഒരു കോൺട്രാസ്റ്റ് വരുന്ന രീതിയിലാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ തന്നെ ഉണ്ട്. ഈവൻ ഓരോ മൈന്യൂട്ട് തിങ്സ് വരെ ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വോളിലാണെങ്കിൽ ഫോട്ടോ ഫ്രെയിംസും, അതേപോലെ ക്ലോക്ക്, പിന്നെ ടേബിളിൽ പ്ലേറ്റ്സ്, ബോട്ടിൽസ്, അങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് വരെ അവർ വിടാതെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. ഈ കാണുന്നത് ഒരു ഓർഗനൈസറാണ് കേട്ടോ. വോൾ ഹാങ്ങിങ് ടൈപ്പ് ഓർഗനൈസർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഈ പോകുന്നത് ഡ്രസ്സിങ് റൂമിലോട്ടാണ്. ഒരു മിററും വരുന്നുണ്ട്, ഡ്രസ്സിങ് ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയ കുറച്ച് കബോർഡ്സും, പിന്നെ ഷൂ റാക്കും,
പിന്നെ ക്ലോത്ത്സ് ഹാങ് ചെയ്യാൻ പറ്റുന്ന ഹാങ്ങറും എല്ലാം വരുന്നുണ്ട്. ഈ കാണുന്നത് വേറെ ഒരു ലിവിങ് റൂമിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് കേട്ടോ. എല്ലാ ഡിസൈൻസും യുണീക്കാണ്, ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതാണ് ഇവരുടെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എല്ലാ സ്പേസിലും നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാംപ് ഷെയ്ഡ്സും ഫോട്ടോ ഫ്രെയിംസും ഒക്കെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചെയേഴ്സും സോഫാസും ഒക്കെയാണേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ സ്പേസസിൽ ചെല്ലുമ്പോഴും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാൾ ഹാങ്ങിങ് ഐറ്റംസും ലാംപ് ഷെയ്ഡ്സും മാറ്റും ഒക്കെയാണ് കാണുന്നത്. ഈ ലാഡറിൻ്റെ ഡിസൈനിൽ കാണുന്ന ഈ ഒരു വുഡൻ ഐറ്റം ജസ്റ്റ് ഒരു ഷോ പീസ് അല്ല കേട്ടോ, ഇതൊരു ക്ലോത്ത് ഹാങ്ങിങ് ഐറ്റം ആണ്. നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ ക്ലോത്ത്സ് ഒക്കെ ഇതിൽ ഹാങ് ചെയ്യാം.
ഐറ്റംസും കാണാൻ കഴിയും കേട്ടോ. ഈ കാണുന്നത് നമുക്ക് പ്ലേറ്റ്സ് ഒക്കെ വെക്കാൻ പറ്റിയ ഒരു ഓർഗനൈസറാണ്. ഈ കാണുന്നത് കിഡ്സിൻ്റെ വാർഡ്രോബാണ് കേട്ടോ. ഇതൊരു കിഡ്സ് റൂമിൻ്റെ ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ കിഡ്സിൻ്റെ ബങ്ക് ബെഡും കിഡ്സിൻ്റെ വാർഡ്രോബും ഒക്കെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഞാനൊരു ക്യൂരിയോസിറ്റി കാരണം ഈ കിഡ്സിൻ്റെ വാർഡ്രോബ് ഒന്ന് തുറന്നു നോക്കിയിട്ടോ. പക്ഷെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. കാരണം അവർ വാർഡ്രോബിനുള്ളിലും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈക്ക് ക്ലോത്ത്സ് വെക്കാനുള്ള ഓർഗനൈസറിൽ ക്ലോത്ത്സ് വെച്ചിട്ടും അതല്ലാതെ ഹാങ് ചെയ്തിട്ടും കിഡ്സിൻ്റെ വാർഡ്രോബ് ആയതുകൊണ്ട് കിഡ്സിൻ്റെ ക്ലോത്ത്സ് കൊണ്ട് തന്നെ അവർ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രയും ഇൻഡെപ്തായിട്ടാണ് അവർ ഡീറ്റെയിലിംഗ് ചെയ്തിരിക്കുന്നത്. കാണുന്നത് മിററാണ് കേട്ടോ. റോസ് ഗോൾഡ് കളറാണ്. എനിക്കിഷ്ടമായി, നല്ല ഭംഗിയുണ്ട് കാണാൻ. കാണുന്നത് നെറ്റിൻ്റെ ഒരു കേർട്ടൻ പോലത്തെ ഐറ്റമാണ് കേട്ടോ. പക്ഷേ കേർട്ടൻ അല്ല, ഇത് ഇവർ 4 കോർണേഴ്സിലായിട്ടും പ്ലേസ് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഒരു റിങ് പോലെ വന്നിട്ട് ആ റിങ്ങിലാണ് ഈ നെറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. താഴെ ഇങ്ങനെ ഫ്ലെയർ പോലെ വരും. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ.
കാണുന്നത് ഹെക്സണൽ ഷേപ്പിൽ ഒരു മിറർ പോലത്തെ ഒരു ഐറ്റം ആണ്. പക്ഷേ അത് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്താൽ മതി. ഗമ്മുണ്ട്, ജസ്റ്റ് സ്റ്റിക്ക് ചെയ്താൽ മതി. അതാണ് എൻ്റെ പേർപ്പസ്. ഈ ഒരു വോൾ ഹാങ്ങിങ് ഐറ്റം നമ്മൾ വേറെ കുറേ സ്ഥലത്ത് കണ്ടായിരുന്നു അല്ലേ? ഇത് ഭയങ്കര ഒരു മൾട്ടി പർപ്പസ് ഐറ്റം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ആ ഹോൾസിൽ ഹൂക്സ് ഹാങ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് എന്ത് ഐറ്റമാണ് വേണ്ടത് ആ ഐറ്റത്തിന് ഹൂക്ക് കാണുമല്ലോ, അത് ജസ്റ്റ് ഈ ഹോൾസിൽ ഹാങ് ചെയ്ത് കൊടുത്താൽ മതി. കാണാനും ഒരു ഭംഗിയുണ്ട്. ഇങ്ങനെ റെപ്പറ്റേറ്റീവ് പാറ്റേൺസിൽ ആ ഹോൾസ് വരുന്നതും കാണാനൊരു ഭംഗിയാണ്. ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ ഓർഗനൈസറായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
കാണുന്നത് വാക്ക് ഇൻ വാർഡ്രോബിൻ്റെ ഒരു സാമ്പിൾ മോഡലാണേ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആർക്കിടെക്ചർ സ്റ്റൈൽ ഉൾപ്പെടുന്നതാണ് ഈ വാക്ക് ഇൻ വാർഡ്രോബ് അല്ലെങ്കിൽ വാക്ക് ഇൻ ക്ലോസറ്റ് എന്നൊക്കെ പറയുന്നത്. സോ ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബെഡ്റൂം നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് കിടക്കും. കാരണം ഈ വാക്ക് ഇൻ വാർഡ്രോബിനകത്തായിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്ത ക്ലോത്ത്സ് വരുന്നതും യൂസ് ചെയ്യാത്ത ക്ലോത്ത്സ് അറേഞ്ച് ചെയ്ത് വെക്കുന്നതും നമ്മുടെ ഡ്രസ്സിങ് ടേബിളും ഡ്രസ്സിങ് റൂമും നമ്മുടെ ചപ്പൽസും ഷൂ റാക്കും നമ്മുടെ എല്ലാ തര ഡ്രസ്സിങ് ഐറ്റംസിൻ്റെ അക്സസറീസും എല്ലാം ഈ ഒരു വാക്ക് ഇൻ വാർഡ്രോബിൻ്റെ അകത്തായിരിക്കും വരുന്നത്. നമ്മളിപ്പോൾ കണ്ട വാക്ക് ഇൻ വാർഡ്രോബിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ ഇത് ബെഡ്റൂമിൻ്റെ സൈഡിലായിട്ടായിരിക്കുമല്ലോ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ബ്രിക്ക് പാർട്ടീഷൻ്റെ ആവശ്യം വരുന്നില്ല. ഇവർ എന്ത് കൈൻഡ് ഓഫ് മെറ്റീരിയലാണ് പാർട്ടീഷന് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അതെനിക്കറിയില്ല. പക്ഷേ ഇത് കോസ്റ്റ് എഫക്റ്റീവാണ്. ഈ കാണുന്ന റൂമിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് തന്നെയാണ്. കാരണം ഇതൊരു ഗെയിമറിൻ്റെ റൂമാണ്, ഒരു മിനി റൂം. അപ്പോൾ ഈ മിനി റൂമിൽ വരുന്ന സ്പേസസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ലിവിങ് സ്പേസ് വരുന്നുണ്ട്, ഒരു കുഞ്ഞു സോഫ സെറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു TV പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ബങ്ക് ബെഡാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആ ബങ്ക് ബെഡിൻ്റെ താഴെയായിട്ടാണ് ഗെയിമറിന് വേണ്ടിയിട്ടുള്ള സീറ്റിംഗ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, അതായത് സിസ്റ്റം വയ്ക്കാനുള്ള സ്പേസും എല്ലാം. അപ്പം ലൈറ്റിങ് വരെ കൊടുത്തേക്കുന്ന ആ ഒരു ഗെയിമിംഗ് തീമിലാണ് ലൈറ്റിങ് വരെ ഇവർ കൊടുത്തേക്കുന്നത്. ഇതാണ് കേട്ടോ മുകളിൽ വരുന്ന ബെഡ് സ്പേസ്. അപ്പോൾ ഒരു കുഞ്ഞ് ഏരിയയിൽ എന്തൊക്കെ മാക്സിമം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.